ട്രയൽ സ്റ്റേജിൽ വരുമ്പം ഒരുപാട് ചതിക്കുഴികളുണ്ട്. അതായത് ആദ്യം ചതിക്കുഴി വയ്ക്കുന്നത് അറൈനിങ് വിറ്റ്നസസ്. അതായത് ലാസ്റ്റിൽ ഈ ഒരു 2 വർഷം കഴിയുമ്പം വെങ്കടേഷ് സാറിനെ അങ്ങ് മാറ്റും. എന്നിട്ട് ഒരു പിടിച്ചുപറിക്കാരൻ, ഒരു ഡക്കോയിറ്റ്, അതുപോലെ നമ്മുടെ ഒരുപാട് സീനിയർ IPS ഓഫീസേഴ്സ് ഉണ്ട്. എൻ്റെ മനസ്സിൽ ഒരു ഡക്കോയിറ്റിൻ്റെ പേരുണ്ട്. അയാളെ ഇവിടെ പോസ്റ്റ് ചെയ്യും. അയാൾ ഇങ്ങനെ ഇരിക്കുകയാണ്, DGP ആവാൻ സ്റ്റെപ്പ് എടുത്ത്. ഒരു ഇപ്പോൾ പോലീസില്ല, പോലീസിന് വെളിയിൽ ഒരു സ്ഥലത്തിരിപ്പുണ്ട്. അയാളെവിടെ പോസ്റ്റ് ചെയ്താൽ അയാൾ ഈ അറൈനിങ് വിറ്റ്നസസ് ഇങ്ങനെയൊക്കെ ഉണ്ട്, അത് മൊത്തം നശിപ്പിക്കും. ഈ ഹോസ്റ്റൈലാവാൻ പോകുന്ന വിറ്റ്നസിന് മാത്രം വെച്ച് അയാൾ ചാർജ് ഫ്രെയിം ചെയ്യും. ഇല്ല തീർന്നില്ല. അടുത്ത ഏറ്റവും ആക്ലെസ് ഹീൽ എന്ന് പറയുന്നത് പ്രോസിക്യൂട്ടറാണ്, സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ. അപ്പോൾ ഈ പ്രോസിക്യൂട്ടറെ ഒരു മണ്ണിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത, ഞാൻ BJP-കാരനാണെങ്കിൽ BJP മാത്രം സപ്പോർട്ട് ചെയ്യുന്ന, BJP-ക്ക് പച്ച കുത്തി നടക്കുന്ന ഒരു BJP പ്രോസിക്യൂട്ടർ അവിടെ വയ്ക്കും. മനസ്സിലായല്ലോ ഞാൻ എന്താണ് ഉദ്ദേശിച്ചത്? അങ്ങനെയാണല്ലോ എത്ര കേസ് നിൽക്കണം. അപ്പോൾ ഈ പ്രോസിക്യൂട്ടറാണ്. പിന്നെ ഇൻവെസ്റ്റിഗേറ്റർക്ക് നമ്മുടെ വെങ്കടേഷ് സാറിന്, പോലീസിന് അവിടെ ഒരു കാര്യമില്ല. ചാർജ് ഷീറ്റ് ചെയ്ത് കഴിഞ്ഞു, ഇൻഡൈറ്റ്മെൻ്റ് ആയി കഴിഞ്ഞു, കോടതി ചാർജ് വായിക്കും, വിറ്റ്നസിനെ അറേഞ്ച് ചെയ്യും. പ്രോസിക്യൂട്ടറാണ് പിന്നെ കളിക്കുന്നത്. പ്രോസിക്യൂട്ടർ ഈ സാധനങ്ങൾ മുമ്പ് കൊണ്ടുവന്നില്ലെങ്കിൽ ജഡ്ജി ചോദിക്കുകയാണ്, നിങ്ങൾ മറ്റേ തെളിവ് കൊണ്ടുവന്നില്ലല്ലോ, മറിച്ച തെളിവ് ഒരു ജഡ്ജിയും ചോദിക്കില്ല. ഞാനോ ചന്തു നായർ ജഡ്ജി പറയുന്നത് ഇതിപ്പം നശിപ്പിക്കും. അല്ലല്ല, ഈ നിലവിലുള്ള ഈ നമ്മളെ സംഗതി കണ്ടെത്തിയത് വെച്ചിട്ട് ജീവപര്യന്തത്തിനുള്ള സാധ്യതകൾ ഒരു ജീവപര്യന്തം. യു മാർക്ക് മൈ വേർഡ്സ്, ഈ കേസ് വിട്ടുപോകും. ഇത് ഇങ്ങനെ ചാർജ് ഷീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിട്ടുപോകും. ഇപ്പൊ തന്നെ അല്ല, അപ്പൊ അത് വിട്ടുപോകാതിരിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പോ സ്വർണം പോയിട്ടുണ്ട്, അത് അൾട്ടിമേറ്റ് ആയിട്ട് ആർക്ക് കിട്ടി എന്നുള്ള കാര്യം നമുക്കറിയില്ല. അപ്പം പോയിട്ടുള്ള കാര്യം തെളിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആരെ ശിക്ഷിക്കപ്പെടും, എന്തായിരിക്കും അവസ്ഥ? ഈ എല്ലാവരും സ്വർണ്ണ കൊള്ള എന്നൊക്കെ പറയുന്നുണ്ട്. എന്താ കുതിരപ്പുറത്ത് മറ്റേ ഗണ്ണുമായിട്ട് ഷോലെ മോഡലിൽ വന്ന് ഇവിടെ കൊള്ള നടത്തിയിട്ടുണ്ടോ? സ്വർണ്ണ കൊള്ള എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് നമ്മുടെ ഡയലക്റ്റ്, നമ്മൾ തമ്മിൽ സംസാരിക്കണേ. അത് കൊള്ളയേക്കാളും വലിയൊരു സംഗതിയാണത്, അത് വേറെ കാര്യം. ഇവിടെ അഗ്രവേറ്റഡ് ബ്രീച്ച് ഓഫ് ട്രസ്റ്റിനെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യണം. അത് ഹൈലൈറ്റ് ചെയ്തിട്ട് ഈ ചീറ്റിങ്ങും ഈ തഫ്റ്റും കൂടെ വെച്ച് കയറ്റി കൊടുത്താൽ ഇത് ഭയങ്കരമായ ശിക്ഷ കിട്ടുള്ളൂ, ലൈഫ് വരെ കിട്ടും. ശരി. അപ്പൊ അതെല്ലാം തീരുമാനിക്കുന്നത് ഇവരിങ്ങനെ വിഷയവാൾ ടൈപ്പിൽ ഒരു ചാർജ് ഷീറ്റ് എഴുതിയാൻ കൊടുത്തു കഴിഞ്ഞാൽ ഇത് പിന്നെ തീരുമാനിക്കുന്ന പ്രോസിക്യൂട്ടറുടെ കയ്യിലാണ്. അപ്പൊ അത് ചെയ്യാനായിട്ട് ആരുമില്ല. പിന്നെ അന്ന് 10 വർഷത്തിന് ശേഷം ഇത് വരുമ്പം ഇവിടെ ആർക്ക് ഇത് ഓർമ്മയുണ്ട്? 2 ഭരണം ആരായിരിക്കും?